മത്സ്യബന്ധനത്തിനിടെ കാണാതായ തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ ഇതുവരെ എങ്ങും എത്തിയില്ല. ഉറ്റവർക്കായി കൂടെയുള്ളവർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 23 ദിവസമായി. തെരച്ചിൽ എവിടെ എത്തിയെന്ന് പോലും കുടുംബത്തിനെ കൃത്യമായി അറിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നും കുടുംബങ്ങൾ പരാതിപ്പെടുന്നു. കൃത്യമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ് ഈ കുടുംബങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വേദനയുടെ കാരണം. വിഴിഞ്ഞം പുല്ലുവിളയിൽ നിന്ന് കാണാതായ ജോൺ, മുതലപ്പുഴയിൽ നിന്ന് കാണാതായ ഷിജിൻ, നീണ്ടകരയിൽ നിന്ന് അപകടത്തിൽപ്പെട്ട ഗൗതം കൃഷ്ണ, ഇവർക്കായാണ് ഇന്നും ഉറ്റവർ കാത്തിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ച് ഫലപ്രദമായ ഒരു തിരച്ചിൽ നിർണായകമായ ആദ്യ മണിക്കൂറുകളിൽ നടന്നിരുന്നില്ല. ഒടുക്കം സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ കുഞ്ഞുമായി മഴയത്ത് നടുറോഡിൽ ഇരിക്കേണ്ടി വന്നു ഒരമ്മയ്ക്ക്. മറ്റൊരിടത്ത് അച്ഛനു വേണ്ടി അധികാരികൾക്ക് മുൻപിൽ നിസ്സഹായരായി നിൽക്കേണ്ടി വന്ന മക്കൾ. ഇങ്ങനെയെല്ലാം പ്രതിഷേധം അറിയിച്ചും എന്നിട്ടും കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം കൃത്യമായ തിരച്ചിൽ നടത്താൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തിരച്ചിൽ ഊർജിതമാക്കുമെന്ന് മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലെത്തി ഉറപ്പു നൽകിയ വകുപ്പ് മന്ത്രി VE അബ്ദുൽ ഗഫൂറിന്റെ വാക്ക് പാഴ്വാക്കായി. ഉറ്റവർക്കായുള്ള തിരച്ചിൽ എവിടെ എത്തിയെന്ന് കുടുംബത്തിന് ഒരു മറുപടി നൽകാൻ പോലും വകുപ്പ് മന്ത്രിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എന്ത് തരത്തിലുള്ള തിരച്ചിലാണ് വകുപ്പിന്റെ ഭാഗമായി നടക്കുന്നതെന്ന് വകുപ്പ് മന്ത്രി അറിയുന്നുണ്ടോ എന്നാണ് ഉയരുന്ന വിമർശനം. ഏരിയൽ സെർച്ചും നടത്തുന്നതിനൊപ്പം തമിഴ്നാട് രാമേശ്വരം തീരങ്ങളിൽ കൂടെ തിരച്ചിൽ നടത്തണമെന്നാണ് വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിന്റെ കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ കുടുംബം ആവശ്യപ്പെടുന്ന പ്രകാരമുള്ള തിരച്ചിൽ ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. മുതലപ്പുഴയിലെ തിരച്ചിലിന് സ്കൂബ ഡൈവേഴ്സിനെ എത്തിച്ചെങ്കിലും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ അവരും മടങ്ങി. ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിലും ഇതേ മന്ദഗതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഈ അലംഭാവം ഇനിയും തുടർന്നാൽ ഈ കുടുംബത്തിന്റെ കാത്തിരിപ്പും സങ്കടവുമാണ് നീണ്ടുപോകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.